ഒരു മുഅ്മിൻ ഏത് സമയത്തും വുളൂഇലായി ജീവിച്ചു നോക്ക്. എപ്പോഴും വുളൂ എടുക്കുക. മൂത്രമൊഴിക്കാനോ ടോയ്ലറ്റിലോ മറ്റോ പോയാൽ തിരിച്ചു വരുമ്പോൾ ഒരു വുളൂ ചെയ്യാം. അങ്ങാടിയിലോ ടൗണിലോ പോകുമ്പോൾ ഒരു വുളൂ ചെയ്തു പോവുക. എപ്പോഴും വുളൂഇൽ ദായിമാവുക. അതൊരു മനുഷ്യൻ അവസാനം ശുഹദാക്കളെ കൂലിയോടുകൂടെ മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നത് വരെ വുളൂഇന്റെ ആളായി മാറുക. എപ്പോഴും വുളൂ മുറിഞ്ഞാൽ വേഗം വുളൂ ചെയ്യാം. അങ്ങനെ ഒരു വുളൂഇലായി മാറിക്കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് കൈഫ തഅരിഫു മൻ ലം തറാ മിൻ ഉമ്മത്തിക, നിങ്ങളെ മുഴുവനും ഉമ്മത്തികളെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ നബിയേ, ഉമ്മത്തിന്റെ കൂടെ നിങ്ങൾ ജീവിച്ചിട്ടില്ലല്ലോ നബിയേ. നാളെ മഹ്ശറ ലോകത്ത് ആളുകൾ വരുമ്പോ റസൂലേ നിങ്ങളെ ഉമ്മത്താണ് അത് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഇരിക്കുന്ന നമ്മളാരും അള്ളാന്റെ ഹബീബ് നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിക്കാണ്, നിങ്ങൾ കാണാത്ത നിങ്ങളെ ഉമ്മത്ത് നാളെ മഹ്ശറയിൽ വരും അല്ലേ? ഈ കാഞ്ഞങ്ങാട് ഈ പ്രദേശത്തുള്ള നമ്മൾ നാളെ മഹ്ശറയിൽ വരും. അള്ളാഹു ഹബീബിനെ കാണാൻ തൗഫീഖ് നൽകട്ടെ. നാളെ ഇരിക്കുന്ന നമ്മളൊക്കെ മഹ്ശറയിൽ വരും. സ്വഹാബത്തെ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ മാത്രമല്ലല്ലോ നിങ്ങളെ ഉമ്മത്തുള്ളത്, നിങ്ങളെ ഉമ്മത്തെ കോടാനക്കോടി ഉമ്മത്തുകളില്ലേ, അവരൊക്കെ നാളെ മഹ്ശറ ലോകത്ത് വരില്ലേ? അങ്ങനെ വരുന്ന നേരത്ത് ഇത് എൻ്റെ ഉമ്മത്താണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നബിയേ? അല്ലാത്ത ചോദ്യം. ഇരിക്കുന്ന നമ്മൾ ഇവിടെയുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും മഹ്ശറയിൽ എത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് നോക്കിയിട്ട് ഇത് എൻ്റെ ഉമ്മത്താണെന്ന് എങ്ങനെ പറയാ? അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എൻ്റെ ഉമ്മത്ത് നാളെ മഹ്ശറയിൽ വരുമ്പോ അവരെ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകും. എൻ്റെ ഉമ്മത്ത് നാളെ മഹ്ശറയിൽ വരുമ്പോ അവരെ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകും. കാരണം എന്റെ ഉമ്മത്ത് നാളെ മഹ്ശറ ലോകത്ത് വരുമ്പോ അവരല്ലാഹുവിനെ പേടിച്ച് കൃത്യമായി സുന്നത്തുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് വുളൂ ചെയ്തവരാ. അവര് കൈകാലുകൾ നീട്ടിക്കഴുകിയവരാണ്. വുളൂ ചെയ്യുമ്പോൾ റസൂലുള്ളാന്റെ എല്ലാ സുന്നത്തും അവരെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ നാളെ മഹ്ശറ ലോകത്ത് എന്റെ ഉമ്മത്ത് വരുമ്പോ ആ കോടാനക്കോടി മനുഷ്യർക്കിടയിൽ നിന്ന് എന്റെ ഉമ്മത്തിന്റെ മുഖം തിളങ്ങുന്നുണ്ടാകും. എന്റെ ഉമ്മത്തിന്റെ കൈകാലുകൾ തിളങ്ങുന്നുണ്ടാകും. അവർ എങ്ങനെയെങ്കിലും വുളൂ ചെയ്തവർ അല്ല, കൈകാലുകൾ നീട്ടിക്കഴുകിയവരാണ്, സുന്നത്തുകൾ നിർവഹിച്ച് വുളൂ ചെയ്തവരാണ്. അവര് നാളെ മഹ്ശറയിൽ വരുമ്പോ അവരെ കൈയും മുഖവും ലൈറ്റ് പോലെ തിളങ്ങും കേട്ടോ. അപ്പൊ ഞാൻ പറയും, ആ മുഖം പ്രകാശിക്കുന്നവർ എൻ്റെ ഉമ്മത്താണ്, ആ കൈകാലുകൾ തിളങ്ങുന്നത് എൻ്റെ ഉമ്മത്താണെന്ന് ഞാൻ എൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയുമെന്ന് ലോകത്തിന്റെ കരളെ മുഹമ്മദ് മുസ്തഫ. എങ്ങനെയെങ്കിലും വുളൂ ചെയ്യല്ല, എങ്ങനെയെങ്കിലും വുളൂ ചെയ്യല്ല, എങ്ങനെയെങ്കിലും വുളൂ ചെയ്യല്ല. പിന്നെങ്ങനെയാണ് വുളൂ ചെയ്യുന്നത്? കൈകാലുകൾ കൈ മുട്ടുവരെയല്ല, ഒരൽപ്പം കയറ്റി കഴുകുക. കാലും നെരിയാണി വരെയല്ല, അത് ഉറപ്പാവാൻ കുറച്ച് കയറ്റി കഴുകുക. മുഖം കഴുകുമ്പോ സുന്നത്ത് നിർവഹിക്കാൻ കുറച്ച് കയറ്റി കഴുകുക. ഇങ്ങനെ അവയവങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കയറ്റി കഴുകലാണ്. അതുകൊണ്ട് ഞാൻ റസൂലുള്ളാന്റെ സുന്നത്ത് നിർവഹിച്ചുകൊണ്ടുള്ള വുളൂ ചെയ്യട്ടെ എന്ന നല്ല മനസ്സോടുകൂടെ പെണ്ണുങ്ങളെ നിങ്ങൾ വുളൂ ചെയ്താൽ, ആണുങ്ങളെ നിങ്ങൾ വുളൂ ചെയ്താൽ നാളെ മഹ്ശറയിൽ വരുമ്പോ അവരെ മുഖം തിളങ്ങും, അവരെ കൈയും കാലും തിളങ്ങുമെന്ന് നമ്മുടെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് നമ്മൾ അറിയണം, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇത് പഠിച്ചവരാണ്. ഒരു പെണ്ണ് ഓടി വന്ന് പൈപ്പിലൂടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ 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 ആക്കിയിട്ട് ഒതുകൊടുത്ത് പോവോ? എന്നുവെച്ചാൽ ചെറുപ്പക്കാരൊക്കെ ഒതുകൊടുക്കുന്ന ശൈലി എങ്ങനെയാ? ഇവിടെ അങ്ങനൊന്നും അല്ലായിരിക്കാം. യുവാക്കൾ, ചെറുപ്പക്കാരികൾ വുളൂ എടുത്തി എന്ന് പറയാൻ ഓടി വന്ന് വെള്ളം കൊണ്ട് കാക്ക കുളിക്കും പോലെ വെള്ളം കൊണ്ട് കയ്യിലേക്കൊന്ന് തട്ടി കാലിലേക്കൊന്ന് ഒഴിച്ച് ഇറങ്ങി നിസ്കരിക്കാൻ ഓടുന്നവർ, ഇതാണോ വുളൂ? അള്ളാന്റെ റസൂല് പറയാണ് അങ്ങനെയല്ല. അള്ളാന്റെ ഹബീബിന്റെ എല്ലാ സുന്നത്തുകളും എടുത്ത്
എനിക്ക് നാളെ മഹ്ശറയിൽ ഞാൻ വരുമ്പോ എന്റെ മുഖം തിളങ്ങണം, എന്റെ കൈകാലുകൾ തിളങ്ങണം. കോടാനക്കോടി മനുഷ്യർക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിക്കണം, വാ എന്റെ ഉമ്മത്താ എന്ന് പറഞ്ഞ റസൂലുള്ള എന്നെ വിളിക്കണം എന്ന മനസ്സോടെ കൂടെ വുദൂ ചെയ്യാനുള്ള മനസ്സുള്ളവരെ നാളെ മഹ്ശറയിൽ ആ ഹബീബ് തിരിച്ചറിയുമെങ്കിൽ രക്ഷിതാക്കളെ ഏത് സമയത്തും അതുപോലെ വുദൂ ചെയ്യാനുള്ള ഒരു മനസ്സ് ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ ജീവിതം ആഹ്ലാദമാണ്, ജീവിതം ആനന്ദമാ. അതാ ഞാൻ പറയുന്നത്, ജീവിതത്തിലെ ഏത് സമയങ്ങളിലും ദുഃഖമില്ലാത്ത സമാധാനം മാത്രമുള്ള ഒരു സമൂഹം മുത്തഖീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങൾക്ക് എന്നും സന്തോഷാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എവിടെ സന്തോഷം ഉസ്താദേ? രോഗമാണ്, അസുഖമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്. ആ പ്രയാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ഒരു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ മഹാനായിരുന്നു. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എവിടെ എന്ന് ചോദിച്ചാൽ അതാ ആ ജീവിതത്തിൽ പകർത്തിയ മഹാനത എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയിരുന്ന മഹാൻ. അത്രയും വലിയ മഹാനായിരുന്നു ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്. മഹാനവറുകൾ ജീവിതത്തിൽ രോഗം വന്നിട്ട് ദുഃഖിച്ചിട്ടില്ല. ക്യാൻസർ വന്ന് താടയുടെ ഭാഗത്തുള്ള എല്ല് മുറിച്ചൊഴിവാക്കി അസഹ്യമായ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന നേരം മഹാനവറുകൾ ഒരു പരിപാടിയിലേക്ക് വന്നു. ഒരു പരിപാടിയിലേക്ക് സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഞാൻ പറഞ്ഞു, മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദ് രോഗിയാണ്, അസുഖം പ്രയാസമൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് അവർകൾ എന്നെ തോണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ പറയരുത്, ഒരു ദുഃഖവുമില്ല, സന്തോഷമേ ഉള്ളൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എനിക്കൊരു ദുഃഖവുമില്ല. ക്യാൻസർ വന്ന് താടിയുടെ ഭാഗത്തുള്ള എല്ല് മുറിച്ച് മാറ്റി ശരിക്കും മുറിവ് ഉണങ്ങാത്ത സമയത്താ പറയുന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, സന്തോഷമേ ഉള്ളൂ എന്ന്. എന്താണ് അങ്ങനെ ഒരു മുഅ്മിന് പറയാൻ കഴിയുന്നത്? എന്താണ് ഒരു മുഅ്മിൻ അങ്ങനെ പറയാൻ കഴിയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനിക്ക് ഏറ്റവും ഒരാളോട് ഇഷ്ടമുണ്ടായാൽ ആ ആളെ അള്ളാഹു പലവിധേന പരീക്ഷകൾ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനിക്ക് നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടോ എന്നാൽ ഈ ഭൂമിയിൽ ചില പരീക്ഷകൾ തരും. പരീക്ഷയിൽ പാസ്സായാലേ പ്രമോഷൻ ലഭിക്കൂ. നല്ല പരീക്ഷയിൽ ടഫുള്ള പ്രയാസമുള്ള പരീക്ഷ എഴുതിയാൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും. പരീക്ഷയ്ക്ക് ഞാനില്ല, പരീക്ഷ എഴുതാൻ എന്നെ കൊണ്ട് കഴിയില്ല, പരീക്ഷയ്ക്കിരിക്കാതെ പരീക്ഷ പേടിച്ച് മാറി നിൽക്കുന്നവനെ നിനക്ക് നല്ല ജോലിയുള്ള ശമ്പളമുള്ള ജോലിയുമില്ല. ഭൂമിയിൽ പരീക്ഷയുണ്ടാകും, അള്ളാഹുവിന്റെ പരീക്ഷ. അതെന്തിനാണ്? നിന്നെ കഷ്ടപ്പെടുത്താനല്ല. നിനക്ക് അള്ളാഹു തന്ന പരീക്ഷ നിനക്കുള്ള റഹ്മത്താ. എന്റെ റഹ്മത്ത് എനിക്ക് എന്റെ റബ്ബ് തന്നു എന്നറിയണമെങ്കിൽ നീ താഴേക്ക് ചിന്തിക്കണം, നീ താഴേക്ക് ചിന്തിക്കണം. താഴേക്ക് ചിന്തിക്കുമ്പോഴാണ് എത്ര രോഗമുള്ളവനാണെങ്കിലും, എത്ര വലിയ അസുഖമുള്ള ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും, അല്ലാ നീ എനിക്ക് രോഗം തന്നാലും ഞാൻ നിന്നെ മറക്കൂല നാദാ, നീ എനിക്കൊരുപാട് കരുണ ചെയ്തവനാണെന്നുള്ള ബോധം നമ്മളെ മനസ്സിലുണ്ടാകണമെങ്കിൽ എപ്പോഴും നിങ്ങൾ താഴേക്ക് ചിന്തിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസുഖം രോഗം പല ഉരവേദന, കാൽമുട്ട് വേദന, ഡിസ്ക് വേദന, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, പല രോഗങ്ങളും അള്ളാഹു നമ്മളെ രോഗങ്ങളൊക്കെ സുഖമാക്കി തരട്ടെ. രോഗങ്ങൾ വരുമ്പോ അള്ളാഹിനെ മറക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഭൂമിയിൽ രോഗമടക്കമുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാഹുവിനെ മറക്കാതിരിക്കാൻ നിങ്ങൾ താഴേക്ക് ചിന്തിക്കണം. താഴേക്ക് ആലോചിക്കുമ്പോ അള്ളാഹിനെ മറക്കാൻ കഴിയില്ല അല്ലേ? കാൽമുട്ട് വേദനയുണ്ട്, നിസ്കരിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളുണ്ട്, ഡിസ്ക് വേദനയുണ്ട്, സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അതേ പ്രകാരം പ്രഷർ ഉള്ളവരുണ്ട്, പ്രമേയമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്. ഇങ്ങനെ പലവിധേന അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിങ്ങൾ ആലോചിക്കുക. ക്യാൻസർ ബാധിച്ച് ശരീരത്തിന്റെ ഉള്ളു മുഴുവനും ദ്രവിച്ചു പോയി, നടക്കാൻ കഴിയാതെ ബെഡിൽ കിടന്നിട്ട് ഒരു ദിവസം പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ മൂക്കിൽ പൈപ്പിട്ട് വെള്ളം കൊടുക്കുന്ന എത്രയെത്ര രോഗികളാ ലോകത്തുള്ളത്. ഞാനൊന്ന്
മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുമോ? എനിക്ക് അസുഖമായിട്ട് അസഹ്യമായ വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന എത്ര രോഗികളാ. അവരെ കുറിച്ച് ചിന്തിക്കുമ്പോ കാൽമുട്ട് വേദന, ഉരവേദന, അസുഖങ്ങളൊന്നും രോഗമല്ല. അല്ലാഹുവേ, എനിക്കൊരു ഡിസ്ക് വേദനയല്ലേ തന്നുള്ളൂ, ഒരു കാൽമുട്ട് വേദനയല്ലേ തന്നുള്ളൂ. ക്യാൻസർ ബാധിച്ച് മൂക്കിൽ പൈപ്പിട്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ കിടക്കപ്പായിൽ കിടന്ന് നിരകിക്കുന്ന എത്ര രോഗികളുണ്ട് റബ്ബേ. അവരവസ്ഥയിലേക്ക് നീ എന്നെ എത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആണേ പെണ്ണെ, നമ്മൾ ഒച്ചത്തിൽ പറയണം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.